ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം, വന്ദനമറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആരാധന എങ്ങനെയായിരിക്കണം, അതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. എല്ലാം ഒന്നിച്ച് പറയാൻ സാധ്യമല്ല. എങ്കിൽ തന്നെയും കുറച്ചൊക്കെ നമുക്ക് വചനത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നാം ഇന്നലെ കേട്ടു, ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ വരണം, അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരണമെന്ന്. എന്നാൽ ഇങ്ങനെ വരുമ്പോഴും നമ്മിൽ നിന്നും കർത്താവ് നമ്മുടെ വിശുദ്ധി ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിർബന്ധമായും നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം കർത്താവിനെ ആരാധിക്കാനായിട്ട്. അതെങ്ങനെ സാധ്യമായി തീരും? വചനത്താൽ നാം വിശുദ്ധരായിത്തീരുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വിശുദ്ധരായിത്തീരുന്നു, കർത്താവിൻ്റെ ശുദ്ധീകരിക്കുന്ന രക്തത്തിലുള്ള വിശ്വാസത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ 3 കാര്യങ്ങളാണ് പുതിയ നിയമസഭയിൽ ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനം കേട്ടതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയുള്ളവരാകുന്നുവെന്ന്. അതുപോലെ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. അതും നമുക്ക് വചനത്തിൽ നിന്നും മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ കർത്താവിൻ്റെ വിശുദ്ധീകരിക്കുന്ന രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വിശ്വാസത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അതായത് മറ്റുള്ളവരുമായി നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവികമായ ബന്ധത്തിലായിരിക്കുമ്പോൾ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നു. ഇനി അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നമുക്ക് അവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നാം ഫ്രണ്ട്സ് ആണെന്ന്, അല്ലെങ്കിൽ നല്ല സ്നേഹത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അവരോട് നീരസമുണ്ടാകാം, അസൂയയുണ്ടാകാം, നമ്മൾ മറച്ചു വെക്കുന്ന കോപമുണ്ടാകാം. ഇങ്ങനെയുള്ള പല വികാരങ്ങളും നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിലുണ്ടാകും. എന്നാൽ കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന്. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. അപ്പം ഹൃദയം പാപമില്ലാത്തതായിരിക്കണം. അഥവാ പാപമുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കണം. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ പാപ വിചാരങ്ങളെ, അല്ലെങ്കിൽ ചെയ്തു പോയ പാപത്തിനുള്ള അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കാണുന്നുണ്ട് 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതിൽ ഒരുവൻ മാത്രം തിരിച്ചു വന്ന് കർത്താവിന് നന്ദി പറയുന്നു. അപ്പോൾ കർത്താവ് എന്താണ് പറയുന്നത്? 10 പേര് സുഖമായില്ലേ, നീ ഒരുവൻ മാത്രമാണോ തിരികെ വന്നത്? എന്നിട്ട് പിന്നെ കർത്താവ് പറയുന്നത് എന്താണ്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാരണം ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ പ്രാപ്തനാണ് എന്ന് നീ അത് അനുഭവിച്ചറിഞ്ഞു. അതിനു വേണ്ടി നന്ദി പറയാനായിട്ട് നീ തിരികെ വന്നപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ നീ അംഗീകരിച്ചവനാണ്, നീ നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് നീ പൂർണ്ണമായും സൗഖ്യമായിരിക്കുക. കാരണം നിൻ്റെ ശരീരം മാത്രമല്ല, നിൻ്റെ ആത്മാവും ശുദ്ധിയുള്ളതായി തീരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മൾ
സമാഗമന കൂടാരത്തെക്കുറിച്ച് ചിന്തിച്ചല്ലോ. അപ്പോഴും നമ്മൾ കണ്ടു അവിടെ താമ്രത്തൊട്ടിയുണ്ട്. താമ്രത്തൊട്ടിയിൽ എന്താണ്? വെള്ളം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൈയും മുഖവും ഒക്കെ കഴുകണമെന്ന്. അതാരാണ് ചെയ്യുന്നത്? പുരോഹിതനാണ് അത് ചെയ്യുന്നത്. കാരണം അതിനകത്ത് ബലി അർപ്പിക്കാനായിട്ട് പുരോഹിതനാണ് നിയമിക്കപ്പെട്ടത്. അപ്പോൾ ഈ പുരോഹിതൻ എന്താണ് ചെയ്യുന്നത്? ബലിമൃഗത്തെ യാഗമായിട്ട് അർപ്പിക്കുന്നു. പിന്നീട് അതായത് സ്വയം അർപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അവിടെ മൃഗത്തെ യാഗം കഴിക്കുന്നത്. അപ്പോൾ ആ മൃഗത്തെ യാഗം കഴിക്കുമ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത്? പാപത്തിനുള്ള ശിക്ഷ, മനുഷ്യൻ്റെ വരേണ്ടതായ ശിക്ഷ ആ മൃഗത്തിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തിട്ട് ആ മൃഗത്തെ, അതായത് പാപത്തിൻ്റെ ശമ്പളമായ മരണം ആരാണ് ഏറ്റെടുക്കുന്നത്? ആ മൃഗമാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പൂർണ്ണമായി പാപത്തെ നീക്കിക്കളയണമെന്നാണ് ആ ഒരു ബലിയുടെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് വരിക. എന്നിട്ട് കർത്താവിനെ ആരാധിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.